5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അക്കൗണ്ട്സിലും ഫിനാൻസിലും സെയിൽസിലും എന്നും പ്രശ്നങ്ങളായിരിക്കും. ഞാൻ നടത്തുന്ന 1 ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി വർക്ക്ഷോപ്പിൽ ഈ 5 കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ട്രെയിനിങ് തരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിലെ അക്കൗണ്ട്സിലും ഫിനാൻസിലും ഒരു പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. എങ്ങനെ നമുക്ക് നല്ലൊരു അക്കൗണ്ട്സ് പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാം, അവരുടെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം, അവർ നമ്മളെ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. എൻ്റെ 1 ഡേ വർക്ക്ഷോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 16 വർഷമായിട്ട് സൗത്ത് ഇന്ത്യയിലെയും GCCയിലെയും വ്യത്യസ്തങ്ങളായ കമ്പനികളിൽ 25,000-ലധികം അക്കൗണ്ട്സ് മാനേജേഴ്സിനെയും ഫിനാൻസ് മാനേജേഴ്സിനെയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സിനെയും ഞാൻ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞു. ഈ ഒരു വലിയ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിന്റെ ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബിസിനസ്സിന്റെ എക്സ്പെൻസസിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, ഡ്യൂസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത ടേൺ ഓവർ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒരിക്കൽ പോലും അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ക്യാഷ് ഫ്ലോ കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബിസിനസ് ഓണർക്ക് എല്ലാ മാസവും 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ലഭിച്ചിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ മാസത്തിലെയും ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും അതാത് മാസത്തിലെ മന്ത്ലി ബാധ്യതകൾ വീട്ടാനും നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കണം. നിങ്ങളുടെ ബിസിനസ്സിലെ കംപ്ലീറ്റ് പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്ന റീ അറേഞ്ച്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പുറമെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. എക്സ്പെൻസ് മാക്സിമം ചുരുക്കി നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും എക്സ്പെൻസ് റീകൺസിലേഷൻ റിപ്പോർട്ട് ലഭിച്ചിരിക്കണം. നിങ്ങളുടെ ബിസിനസ് അടുത്ത 3 മാസം എവിടേക്കാണ് പോകുന്നത്, അടുത്ത 6 മാസം എവിടേക്കാണ് പോകുന്നത്, നിങ്ങളുടെ ബിസിനസ്സിന് എന്തെല്ലാം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തുകളുണ്ട്, എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ ഓരോ മാസത്തിലെയും ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല സെയിലുണ്ട്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്യാഷ് ഫ്ലോ നിങ്ങളിലേക്ക് വരുന്നില്ല. എന്തായിരിക്കും കാര്യം? അത് കൃത്യമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കണം. ഇങ്ങനെ 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് ശരിക്കും എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, 100% പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എൻ്റെ 1 ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി വർക്ക്ഷോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടർച്ചയായിട്ടുള്ള ഒരു 3 to 6 മന്ത് റെഗുലർ ആയിട്ട് ഈ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടും റീഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആകും, നിങ്ങളുടെ ബിസിനസ് ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആവും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സെയിൽസ് നമുക്ക് ലഭിക്കാത്തത്? സെയിൽസ് ടാർഗറ്റ് കൃത്യമായിട്ടും അച്ചീവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല പോലെ സെയിൽസ് ഇംപ്രൂവിങ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. 9 ഇമ്പോർട്ടൻറ്റ് സെയിൽസ് ഇംപ്രൂവിങ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഈ വർക്ക്ഷോപ്പിൽ വ്യത്യസ്തങ്ങളായ കമ്പനീസിന്റെ സെയിൽസ് സ്ട്രാറ്റജീസ് കേസ് സ്റ്റഡി ആക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് സെയിൽസ് ഇംപ്രൂവിങ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സെയിൽസ് ഇംപ്രൂവിങ് സ്ട്രാറ്റജീസ് പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സെയിൽസ് ടീമിനെ ഹയർ ചെയ്യാൻ പറ്റും, സെയിൽസ് ടീമിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ക്ലോസിംഗ് സ്കില്ല് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ 1 ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി വർക്ക്ഷോപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെയിൽസ് ഇംപ്രൂവിങ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ബിസിനസ് എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും എത്ര വലിയ ബിസിനസ് ആണെങ്കിലും നമ്മളെ ബിസിനസ്സിന് ഒരു ലോങ് ലാസ്റ്റിംഗ് മാർക്കറ്റിൽ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളെ ബിസിനസ്സിൽ ഒരു കൃത്യമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. ഇന്ന് ലോകത്തിലെ 10,000-കണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓൺട്രപ്രണറിയൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ EOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പക്ഷേ നല്ല ഫണ്ട് ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളുടെ എക്സ്പാൻഷൻ ഒരു പക്ഷേ നല്ല ഫണ്ട് ആവശ്യമുണ്ട്. രണ്ട് രീതികളിൽ നമ്മളെ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരാം. സ്ട്രക്ചേർഡ് ആയ ഫണ്ടിങ് കൊണ്ടുവരാം, അൺസ്ട്രക്ചേർഡ് ആയ ഫണ്ടും കൊണ്ടുവരാം. സ്ട്രക്ചേർഡ് ആയ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെയും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെയും കയ്യിൽ നിന്ന് നമുക്ക് ഫണ്ട് എടുക്കാം. അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിർബന്ധമായിട്ടും ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആയിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആക്കുക? അതെല്ലാം നമുക്കൊരു പക്ഷേ അൺസ്ട്രക്ചേർഡ് ആയ വഴികളിലൂടെയാണ് ഫണ്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ ബിസിനസ് ഒരു പ്രോപ്പർ ബിസിനസ് വാല്യുവേഷൻ നടത്തിയിട്ടായിരിക്കണം ഫണ്ട് അട്രാക്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ബിസിനസ് വാല്യുവേഷൻ നമ്മളെ ബിസിനസ്സിൽ നടത്തി ഫണ്ട് കൊണ്ടുവരിക? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ 1 ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി വർക്ക്ഷോപ്പിലൂടെ. ഈ വരുന്ന സെപ്റ്റംബർ 25-ന് കൊച്ചിയിൽ എൻ്റെ 1 ഡേ വർക്ക്ഷോപ്പ് വരികയാണ്. ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താങ്ക് യു.